ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പച്ചക്കറി തോരൻ കഴിച്ച് മടുത്ത് കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഒന്ന് തോരൻ വെച്ച് നോക്കാം. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതാ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 1 പച്ചമുളക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കോറിയൻഡർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കന് ഈ മസാലയൊക്കെ നല്ലപോലെ പുരട്ടിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ എല്ലില്ലാത്ത പീസുകളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ പീസായിട്ട് ചിക്കൻ എടുത്ത കാരണം അത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം 1 കപ്പ് നാളികേരത്തിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച നാളികേരം നമ്മുടെ തോരനിലേക്ക് ആഡ് ചെയ്യാം. തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ നാളികേരം അത്യാവശ്യം നല്ലപോലെ ആഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 1 കപ്പ് നാളികേരം തന്നെ എടുത്തത്. അപ്പോൾ ഇത് ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.